പോഷക വിദഗ്ധർ പറയുന്നത് ഇന്നത്തെ നമ്മുടെ ആഹാര രീതിയാണ് പല ജീവിതശൈലി രോഗങ്ങളും വിളിച്ചു വരുത്തുന്നത് എന്നാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവർ പറയുന്നത് വി ആർ ഓവർ ഫെഡ് ബട്ട് അണ്ടർ നറിഷ്ഡ് എന്നാണ്. അതായത് നമ്മൾ അമിതമായിട്ട് ആഹാരം കഴിക്കുന്നു, പക്ഷേ പല പോഷകങ്ങളും നമുക്ക് കിട്ടാതെ വരുന്നു, അല്ലെ അവ കുറഞ്ഞു പോകുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ട് തന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഓവർ ഫെഡ് എന്ന് പറയുന്നത് എന്ന് നോക്കാം. അതായത് നമ്മൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ളതിൽ കൂടുതൽ ആഹാരം നമ്മൾ കഴിക്കുന്നു. നമ്മൾ പലപ്പോഴും രുചികരമായ ആഹാരം തേടി നമ്മൾ പുറത്തുനിന്ന് റെസ്റ്റോറൻറ്റിൽ നിന്ന് അല്ലെ ഹോട്ടലുകളിൽ നിന്നും ഒക്കെ ആഹാരം കഴിക്കുന്നു. അവയൊക്കെ അൺഹെൽത്തി ഫുഡാണ്. അവ രുചി കൂടുതലായതുകൊണ്ട് നമ്മൾ കൂടുതലായിട്ട് അല്ലെ കൂടുതൽ ക്വാണ്ടിറ്റി നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നു. അപ്പോൾ കൂടുതൽ കാലറി നമ്മുടെ ശരീരത്തിൽ ചെല്ലുന്നു. അവ മുഴുവൻ നമ്മുടെ ശരീരം ഉപയോഗിക്കാതെ വരുന്നത് കൊണ്ട് ആ കാലറി മുഴുവൻ കൊഴുപ്പായിട്ട് നമ്മുടെ ശരീരത്തിൽ സൂക്ഷിക്കുന്നു. ഇങ്ങനെ കൊഴുപ്പ് കൂടുതൽ സൂക്ഷിക്കുമ്പോൾ നമുക്ക് വെയിറ്റ് നമ്മുടെ കൂടുന്നു. അതുകൂടാതെ നമുക്ക് അമിതവണ്ണം ഉണ്ടാകുന്നു. ഇത് പല ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെയും തുടക്കമാണ്, അല്ലെങ്കിൽ പല ലൈഫ് സ്റ്റൈൽ ഡിസീസിനെയും വിളിച്ചു വരുത്തുന്നതിന് തുല്യമാണ്. അപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ എപ്പോഴും ഒരു മിതത്വം പാലിക്കുക. ഭക്ഷണം അമിതമാകാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് നമ്മൾ പോർഷൻ കൺട്രോൾ എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ പോർഷൻ അല്ലെ അളവ് നമ്മൾ വളരെയധികം സൂക്ഷിക്കേണ്ട ഒന്നാണ്. അതായത് കൂടുതൽ ക്വാണ്ടിറ്റിയിൽ നമ്മൾ യാതൊരു വിധത്തിലുള്ള ആഹാരവും നമ്മൾ കഴിക്കരുത്. അതിന് ഒരു ഹെൽത്തി പ്ലേറ്റ് മെത്തേഡ് നിർദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഒരു പ്ലേറ്റ് മുഴുവനോടെ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ പകുതി ഭാഗം നമ്മൾ പച്ചക്കറികളും, കാൽ ഭാഗം നമ്മൾ പ്രോട്ടീൻ ധാരാളമായിട്ടുള്ളതും, പിന്നെ അതിൻ്റെ ബാക്കി കാൽ ഭാഗം മാത്രമേ നമ്മൾ ധാന്യങ്ങൾ, അത് ഹോൾ ഗ്രെയിൻ അല്ലെ തവിടോട് കൂടിയ ധാന്യങ്ങൾ കഴിക്കാവൂ എന്നാണ് പോഷക വിദഗ്ധർ പറയുന്നത്. അപ്പോൾ നമ്മൾ ക്വാണ്ടിറ്റി ഒരിക്കലും കൂടാതിരിക്കുവാൻ ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് വി ആർ അണ്ടർ നറിഷ്ഡ് എന്നാണ്. അതായത് നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നില്ല. ഒരു ദിവസം നമുക്ക് ഏതാണ്ട് 70 പരം ധാതുക്കളും 20 വിറ്റമിൻസും അതുപോലെ തന്നെ 15 ഫൈറ്റോ കെമിക്കൽസും ആവശ്യമായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവയെ കിട്ടണമെങ്കിൽ നമ്മൾ വിവിധ ഭക്ഷ്യവർഗത്തിലുള്ള വിവിധ തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കണം. എങ്കിലേ നമുക്ക് ഈ മൈക്രോ ന്യൂട്രിയൻസ് അല്ലെങ്കിൽ ഈ സൂക്ഷ്മ പോഷകങ്ങൾ എല്ലാം നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയുള്ളൂ. അങ്ങനെ വിവിധ വർഗത്തിലുള്ള വിവിധ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ നിത്യേനയുള്ള ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ എങ്കിൽ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ്, മിനറൽസ്, ഫൈറ്റോ കെമിക്കൽസ് ഒക്കെ നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയുള്ളൂ. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായ ഒന്നാണ്. വിവിധ ഭക്ഷ്യവർഗത്തിൽപ്പെട്ട സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വശത്ത് ഹോൾ ഗ്രെയിൻസ് ഉണ്ട്, അല്ലെ തവിടോടുകൂടിയ ധാന്യങ്ങളുണ്ട്, പിന്നെ പച്ചക്കറികളുണ്ട്, നമുക്ക് പഴവർഗ്ഗങ്ങളുണ്ട്, പയറുവർഗ്ഗങ്ങളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഡയറി പ്രൊഡക്ട്സ് ഉണ്ട്, മത്സ്യങ്ങളുണ്ട്, നമുക്ക് നട്ട്സ് ആൻഡ് സീഡ്സ് ഉണ്ട്. ഇങ്ങനെ വിവിധ തരത്തിലുള്ള അല്ലെ വിവിധ ഭക്ഷ്യവർഗങ്ങളിൽപ്പെട്ട ഭക്ഷണ സാധനങ്ങൾ നമ്മൾ നിത്യവും നമ്മുടെ മെനുവിൽ ഉൾപ്പെടുത്തുവാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയായെങ്കിൽ മാത്രമേ നമുക്കെല്ലാം മൈക്രോ ന്യൂട്രിയൻസ് അല്ലെ സൂക്ഷ്മ പോഷകങ്ങൾ നമ്മുടെ ശരീരത്തിന് ലഭിക്കുകയുള്ളൂ. നമ്മുടെ ആഹാരം ഒരു ബാലൻസ്ഡ് ഡയറ്റ് അല്ലെങ്കിൽ ഹെൽത്തി ഫുഡ് അല്ലെ റൈറ്റ് ഫുഡ് ആകുകയുള്ളൂ. നിത്യേന ഭക്ഷണം കഴിക്കുമ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ആഹാരത്തിൻ്റെ അളവ് കൂടാതിരിക്കുക, അതുപോലെ തന്നെ കൂടുതലും പോഷകങ്ങൾ ധാരാളം അടങ്ങിയ ഭക്ഷണ സാധനങ്ങൾ നമ്മൾ കഴിക്കുവാൻ പ്രത്യേകം താല്പര്യം കാണിക്കണം. എങ്കിലേ നമുക്ക് ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാനും നമുക്ക് ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിച്ചു നിർത്തുവാനോ അല്ലെ ജീവിതശൈലി രോഗങ്ങളെ പ്രതിരോധിക്കുവാനോ നമുക്ക് കഴിയുകയുള്ളൂ.